നല്ല രസമുണ്ട് ഇതിങ്ങനെ വീഴുന്ന കാണാൻ വേണ്ടിട്ട്. എനിക്ക് പണിക്ക് പോകാൻ സമയമായി 8 മണിയാവാനായി. ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ പോവാൻ നോക്കട്ടെ. അപ്പൊ അതിക്കുട്ടനും ലോകുട്ടനും ഇവിടുന്ന് ചായ കുടിക്കലായേ. രണ്ടാൾക്കും സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട്. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടാ നമ്മ വന്നിട്ടുള്ളത്. അപ്പൊ അമ്മക്ക് ഇന്ന് പണിയുണ്ട്. ഇന്നലെയും പണിയുണ്ടായിനി. ഇന്നലെ പാട് വൈകുന്നേരമായിനി. അതെ, അപ്പൊ ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് രാത്രി ഞാൻ പറഞ്ഞു ഇന്നും പണിയുണ്ട്, രാവിലെ എടുക്കാറില്ലാന്ന് രാവിലെ എടുക്കുന്നത്. അതെ, അപ്പൊ ഇന്ന് നമ്മ നല്ല നൂൽപുട്ടും മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. അമ്മേന്റെ സ്പെഷ്യൽ നൂൽപുട്ടും എന്റെ സ്പെഷ്യലി സിമ്പിൾ ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, അപ്പൊ അമ്മ ഞാൻ നല്ല പുതിയ മാക്സി എടുത്തിട്ടുണ്ട്. മാക്സി അല്ല, ഒരു ടോപ്പ്. അത് മാക്സി തുണിയാണ് കേട്ടാ. നീ തന്നെ അടിച്ചല്ലേ? അപ്പം കൊറേ നാളായി മാക്സി അടിക്കാൻ വേണ്ടി ഈ ഒരു തുണി മുറിച്ച് വെച്ചിട്ട്. അപ്പൊ മാക്സി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അങ്ങനത്തെ നിങ്ങൾ അടിച്ചാ. അത് അല്ലെങ്കിൽ തന്നെ അമ്മേതാ മോളേതാ സംശയമാണ്. അപ്പൊ ഞാനും മാക്സി ഇട്ടാൽ ഒട്ടും തിരിയാത്തോണ്ട് ഞാൻ വിചാരിച്ചു മാക്സി വേണ്ട, മാക്സി ക്യാൻസൽ ആക്കിയിട്ട്. അപ്പൊ മാക്സി ഞാൻ ക്യാൻസൽ ആക്കിയിട്ട് അത് ഞാനിതാ ഇതേപോലത്തെ ഒരു ടോപ്പ് അടിച്ചു. ഇതാകുമ്പോ ഇതിട്ട് തന്നെ വേണമെങ്കിൽ പുറത്തും പോവാ. അപ്പൊ അടിയിലും പോവാ. അടിയിൽ ഇതാ ഇങ്ങനെ ഒരു ഇതായിട്ട് ഈ ഒരു ലേസ് വെച്ചിട്ടാണ് അടിച്ചിട്ടില്ലേ. അപ്പം നമ്മളെ ഇന്നത്തെ രാവിലത്തെ നൂൽപുട്ടും മുട്ട റോസ്റ്റും എല്ലാം ആക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുട്ട തൂങ്ങാൻ വെക്കാം. പൊടിയെല്ലാം വൈകിട്ട് പോകുമല്ലോ നമുക്ക്. അപ്പൊ അതിന്റെ മുട്ട നമുക്ക് പൂങ്ങാൻ വെക്കാം കേട്ടോ. 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താലേ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. മുട്ടയെല്ലാം ഉപ്പെല്ലാം പിടിക്കും അല്ലേ. മുട്ടയിടുന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതാ നൂൽപുട്ടിലെ എല്ലാം കുഴച്ച് വെക്കാം. അപ്പം അമ്മ പൊടി പൊടി ഇതാ പാക്കറ്റാണ് പച്ചവെള്ളത്തൊക്കെ കുഴക്കേണ്ടത്. മുമ്പേ നമ്മൾ പച്ചരി പൊടിച്ച് അത് നൈസരിപ്പയിൽ അരിച്ച് വറുത്തിട്ടെല്ലാം നൂൽപുട്ട് ഉണ്ടാക്കല്. ഇപ്പം വേഗം പൊടി പോയി പാക്കറ്റ് നൂൽപുട്ടുണ്ടാക്കല് എളുപ്പമായല്ലേ. അന്നത്തെ ആ നൂൽപുട്ടിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാം എളുപ്പ പണിയല്ലേ വേഗം. നമുക്ക് എല്ലാവർക്കും കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ്. 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടില്ലേ. പത്തിരിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം, നൂൽപുട്ടും ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. നൈസ് അരിപ്പൊടിയാണ്. പക്ഷെ ഈ അരിപ്പൊടിന്റെ പ്രത്യേകത പറഞ്ഞാല് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടാ. സാധാരണ നമ്മ തിളച്ച വെള്ളത്തിലാണ് നൂൽപുട്ടിന് കുഴക്കല്. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഇപ്പൊ എല്ലാരും തിരക്കും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇറക്കിയ പാക്കറ്റായിരിക്കും. അതെ, വേഗം ആവുന്നുണ്ട് കേട്ടാ. നമുക്കെല്ലാം പണിക്ക് പോകുമ്പോ ചൂടുവെള്ളം പിന്നെ എല്ലാം ആക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇതാവും പച്ചവെള്ളം എടുത്ത് ഉപ്പും വെള്ളം ആക്കിയിട്ട് വേഗം കുഴച്ചെടുക്കാം. ഉപ്പും വെള്ളമാണിത്. അപ്പൊ നമുക്കിതിൽ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പൊ ഇതാ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ മുട്ടയും ഇടുന്ന റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ ഇട്ട് കൊടുക്കാം, നിറച്ചിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കുറേ ഇങ്ങനെ ടീച്ചാലാ. അപ്പം ഇതാണ് നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ച് കേട്ടോ. സ്റ്റീലിൻ്റെ ആണ്. ചിലവർ സേവനാഴി എന്ന് പറയല്ലോ. അങ്ങനെ എന്തോ പറയും. നൂൽപുട്ടിൻ്റെ അച്ചെന്ന് പറയും. അപ്പോൾ ഇതാ മാവലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുട്ടിൻ്റെ ഒരു അച്ചും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെയമ്മ, അല്ലെങ്കിൽ എല്ലാം ഉണ്ടല്ലോ പീച്ചിന് പകുതി ഉണ്ടാവും മേലേക്ക് ഇങ്ങനെ വന്നിട്ട്. ഇതാകുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവും, എന്നാലും അത്രയും ഉണ്ടാവില്ല. നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ മാവയിലും മേലേക്ക് പൊന്തിക്കും അല്ലേ. അപ്പം അതില്ലാണ്ടിരിക്കാൻ അമ്മ ചെയ്യുന്ന ഐഡിയ ആണ്. അന്നേരം വരൂല, കുറച്ചുണ്ടാവും. മറ്റേതൊരു പാടുണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് അതിൻ്റെ വന്നിട്ട് കുറച്ചുണ്ടാവും. അപ്പം നമുക്കിത് തിരിച്ച് മുറുക്കി ഇട്ടുണ്ടേ. വാഴേൻ്റെ ഇലയിലാണ് നമ്മൾ ആക്കുന്നത്. ചിലവർ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ആ ഇഡ്ഡലിൻ്റെ ആ ഒരു കുഴിയില്ലേ അതിലാക്കുന്നുണ്ട്. അപ്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് പാത്രത്തിൽ.
വേണമെന്നൊരിക്കും ഇങ്ങനെ ഓരോന്ന് ഈരണ്ടെണ്ണം തിന്നാലാ. നല്ല രസമുണ്ട് ഇതിങ്ങനെ വീഴുന്ന കാണാൻ വേണ്ടിട്ട്. കഴിഞ്ഞൂട്ടാ. അപ്പൊ അതിനെ കൊണ്ട് 5 അരിയുണ്ടാ. 5 ചെറുതാണ്. പിന്നെ ഇതിന്റെ മേലെ കൂടെ കുറേ തേങ്ങ ഇട്ടിട്ട് കറിയുണ്ട്. എന്നാലും തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല രസം. കറി ഇല്ലാണ്ട് പഞ്ചസാര കൂട്ടി തിന്നാലും നല്ല ടേസ്റ്റാണ്. നമുക്കത് വെള്ളം നിറച്ചാക്കി വെച്ചു. അപ്പൊ ഇതാ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആവിപ്പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ അത് അമ്മ ഇതാ നൂൽപ്പുട്ടയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മളെ ആവിപ്പാത്രം. അടുപ്പത്തിനാ വെക്കുന്നെങ്കിൽ അലുമിനിയത്തിൻ്റെ വെക്കും. വേറെ വലുതുണ്ട് അലുമിനിയത്തിൻ്റെ. അപ്പോൾ നൂൽപ്പുട്ട് ഇടുന്ന് പോകുമ്പോഴത്തേനും നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അമ്മ ഇടുന്ന് ഇത് ആക്കിക്കൊണ്ട് കേട്ടാ. ഞാൻ അപ്പത്തേനും മുട്ട റോസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇപ്പൊ ഈ ലോകോലോ ഓർഗാനിക്കും നേരെ തിരക്കാവും. എനിക്കും തിരക്കുണ്ട്. എനിക്ക് പണിയുണ്ട്. അതെയും പണിയുണ്ടായി. എന്നും പണിയുണ്ട്. എനിക്കും തിരക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ എടുക്കുന്നത് വീഡിയോ. പിന്നെ വരാൻ പോയതെങ്കിൽ പിന്നെ നമ്മളെ വീഡിയോ ഉണ്ടാവില്ല. അപ്പൊ രാവിലെ എടുത്താൽ വൈകുന്നേരം വീഡിയോ ഇടല. അപ്പൊ നമ്മളെ നൂൽപ്പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എടുക്കട്ടെ. സോട്ടല്ലേ കൈക്ക് ആവിയോ. ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടുത്ത സെറ്റ് ആകുമ്പോൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് വാങ്ങിയാടും ഒന്ന് വാങ്ങിയാടും ഒന്ന് അതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇതിലേക്ക് നമുക്കിതാ ഇഞ്ചി ചെറിയൊരു കഷ്ണം അരിഞ്ഞത്, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം നല്ല ബ്രൗൺ കളർ ആവുന്നതിനൊന്നും വഴറ്റണ്ട. കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകെല്ലാം എണ്ണയിൽ ഇങ്ങനെ പൊരിയുമ്പം റോസ്റ്റിന് വേറെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതാ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഉള്ളി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കാം. ഉള്ളീൻ്റെ അളവ് പോലെ ഇരിക്കും റോസ്റ്റിൻ്റെ അളവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പെടുത്തിട്ട് ഇത് ടൈറ്റിലൊന്ന് അടച്ചു കൊടുക്കണം. കുറച്ച് സമയം സ്ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ ഇത് പെട്ടെന്നൊന്ന് വാടി സെറ്റായി കിട്ടും. നമുക്കൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ ഉള്ളിയും തക്കാളിയിലൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിത് ആ മുട്ടക്ക് വരഞ്ഞു കൊടുക്കാം. മസാല നന്നായിട്ട് പിടിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഓരോന്നിനും വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കേ. ഇതാ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. തക്കാളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ പണിയെടുക്കുന്നതിടക്ക് വേഗം ഉള്ളിയും തക്കാളി ഒന്ന് ഉപ്പിട്ടിട്ട് ഇതേപോലെ പൊത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് വാടി കിട്ടും. അമ്മേ അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാതാ. കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അത്രയും സമയം നമുക്ക് പൊത്തി വെച്ചിട്ടാ. പൊത്തുമ്പോൾ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊത്തണം കേട്ടോ. എല്ലാം വാടിയതാ നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരവെല്ലം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ
നമ്മളെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടില്ല. പിന്നെ ഇതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുരുമുളക് പൊടിയാണ് നല്ലോണം വേണ്ട. കാശ്മീരി ചില്ലി അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടിയാണ് നമ്മൾ റോസ്റ്റിന് കുറച്ച് കൂടുതൽ ചേർക്കൽ. അല്ലാതെ അതിൻ്റെ നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല. ഇത് നമുക്ക് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് തന്നെ തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും. അപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അധികം നമ്മൾ ഇങ്ങനെ വാട്ടിക്കൊണ്ട് നിൽക്കണ്ട. ഇതേപോലെ പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഇതാ സൂപ്പർ റോസ്റ്റ് റെഡി. പിന്നെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ വേണ്ടു. വേഗം പണിക്കെല്ലാം പോകുന്നവർക്ക് എല്ലാം എളുപ്പപ്പണിയാണ്. ഇതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റലമ്മ. അപ്പം അമ്മയുടെ തകൃതിയായിട്ട് നൂൽപുട്ടിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അതാ അമ്മ ഫിനിഷ് ആക്കിയിട്ടാ. മസാലയെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കുക. ഉപ്പും എരിവെല്ലാം പാകത്തിനുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മുട്ട വരഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മുട്ട കള്ളം കൊണ്ടുപോയി അമ്മ. 6 മുട്ടയുണ്ട്. അതുകൊണ്ട് അനിയേട്ടൻ മുട്ട തിന്നിട്ട് പോയി. മുട്ടയും നൂൽപുട്ടും ഇനി ഇത് ഈ മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ എൻ്റെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് പണിക്ക് പോകാൻ സമയമായി. 8 മണിയാവലായി. ഞാൻ വേഗം ചായ കുടിച്ചിട്ട് ഞാൻ പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ലിജിയുടെ മുട്ട റോസ്റ്റെല്ലാം കൂട്ടിയിട്ടാണ് തിന്ന്. നല്ല എളുപ്പം, നല്ല കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റ്. അമ്മേടെ നൂൽപുട്ട് എങ്ങനെയുണ്ട് പറയാ? നൂൽപുട്ട് പിന്നെ നമുക്കറിയില്ല, നല്ലോണം വന്നാൽ നല്ല തന്നെ, നല്ല ടേസ്റ്റ് തന്നെ. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടാ. അതെ, നിങ്ങളെ കാണിച്ചിട്ട് കൊതിപ്പിക്കുന്നല്ല. അപ്പം ഞാൻ തിന്നിട്ട് പണിക്കോട്ട് കേട്ടാ. ആയിക്കോട്ടെ. അപ്പൊ അധികം ലോകവും ചായ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മുട്ട നടുവിൽ വെച്ചിന്. അപ്പം കഴിച്ചു നോക്ക്. അമ്മമ്മേന്റെ സ്പെഷ്യലാണ് നൂൽപുട്ട്. മുട്ട റോസ്റ്റ് അമ്മ ഉണ്ടാക്കിയത് കേട്ടാ. രസമുണ്ടോ? നല്ല കുരുമുളകിന്റെ ഫ്ലേവർ ഉണ്ട് പറഞ്ഞ അമ്മമ്മ. ഉണ്ടാ നല്ല കുരുമുളകിന്റെ ഫ്ലേവർ. എത്ര പേരാലേ അത് അര കുടിക്കാൻ പഠിച്ച് വരെയുണ്ട്. അപ്പോൾ അതിക്കുട്ടനും ലോകുട്ടനും ഇവിടുന്ന് ചായ കുടിക്കലായേ. രണ്ടാൾക്കും സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട്. പിന്നെ അമ്മ പണിക്ക് പോയിട്ടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നല്ല നൂൽപുട്ടും മുട്ട റോസ്റ്റെല്ലാം ഉണ്ടാക്കിയ രാവിലത്തെ നമ്മളെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും
ബൈ ബൈ.